ഹലോ, അപ്പോൾ എല്ലാവർക്കും ആഡപ്പിഞ്ചിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് വെച്ചിട്ട് ഒരു മിൽക്ക് ഷേക്ക് ആണ്. ഈ ഒരു വീഡിയോയിൽ നല്ല പഴുത്ത അവക്കാഡോ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ ഈസി ആയിട്ട് കട്ട് ചെയ്യുന്നതും സൂക്ഷിച്ചു വെക്കുന്നതും ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുതേ. നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന അവക്കാഡോ ഷേക്കിൽ നിന്നും കുറച്ചൊരു ഡിഫറെൻ്റ് ആണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഈ ഒരു കിടിലൻ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ് ഈ ഒരു അവക്കാഡോ. നമ്മുടെ ബോഡിക്ക് ആവശ്യമായ നല്ല ഫാറ്റും അതേപോലെ തന്നെ ഒത്തിരി ഫൈബർ കണ്ടന്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ നല്ല പഴുത്ത അവക്കാഡോ യൂസ് ചെയ്തില്ലെങ്കിൽ ഷേക്ക് ഉണ്ടാക്കി കഴിയുമ്പം അതിന് ചെറിയൊരു ബിറ്റർ ടേസ്റ്റ് വരും. അപ്പോൾ ഇതെങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്നാണ് ഞാനിവിടെ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. ഇത് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ കടയിൽ പോയി എടുക്കുന്ന സമയത്ത് പച്ച കളറിലുള്ളത് എടുക്കുന്നതിന് പകരമായിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ളത് എടുക്കാൻ നോക്കണം. ഞാനിവിടെ ഡാർക്ക് ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി കറുത്ത കളറിലുള്ളത് എടുക്കരുത്. അങ്ങനെയുള്ളത് എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പം ചീഞ്ഞതാകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കടയിൽ പോകുമ്പം ഈ ഒരു കളറിലുള്ള അവക്കാഡോ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പച്ച കളറിലുള്ളത് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അതൊരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത്. അത് പുറത്ത് തന്നെ വെച്ച് ഈ ഒരു കളർ ആകുന്നിടം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഈ ഒരു കളർ ആയി കഴിയുമ്പം അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പം കുറച്ചായിട്ട് പ്രസ് ആകുന്നുണ്ട്. പക്ഷെ എന്നാലും ഫേം ആകുന്ന സമയത്ത് അതിന്റെ സ്റ്റെം നോക്കിയിട്ട് ആ ഒരു സ്റ്റെം പയ്യെ ഒന്ന് എടുത്ത് കളയാൻ നോക്കണം. ഈ ഒരു സ്റ്റെം നമ്മൾ അടർത്തി എടുക്കുന്ന സമയത്ത് അത് നല്ല സ്മൂത്ത് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പഴുത്ത അവക്കാഡോ ആണ്. ഇനിയിപ്പോൾ ആ ഒരു സ്റ്റെം റിമൂവ് ചെയ്യാൻ നമുക്ക് കുറച്ചൊരു പാടാണെന്ന് തോന്നുവാണെങ്കിൽ ആ അവക്കാഡോ പഴുത്തിട്ടില്ല. നിങ്ങൾ അതേപോലെ തന്നെ തിരിച്ച് എവിടെയാണോ അത് പഴുക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് അവിടെ വെക്കണം. ഇവിടെ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടതേ ഉള്ളൂ, അപ്പോൾ തന്നെ അത് ഇളകി പോന്നു. ഇനി ഈ അടർത്തിയെടുത്ത സ്റ്റെമ്മിന്റെ ഭാഗം നോക്കിയാൽ മനസ്സിലാകും ഇത് ശരിക്കും പഴുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയാൽ ഇത് നല്ലൊരു ലൈറ്റ് യെല്ലോയിഷ് കളറിൽ കാണുവാണെങ്കിൽ ഇത് പഴുത്തതാണ്. ഇതല്ലെങ്കിൽ ഇവിടെ ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് വരുന്നതെങ്കിൽ, അതായത് കറുത്ത കളറിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ അവക്കാഡോ ചീഞ്ഞു പോയെന്നാണ്. ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡിലുള്ളത് നിങ്ങൾ തുറന്നു നോക്കിയാലും മനസ്സിലാകും അതിന്റെ അകം മുഴുവൻ കറുത്ത കളറിലിരിക്കുന്നത്. അങ്ങനെയുള്ളത് ഒരിക്കലും യൂസ് ചെയ്യരുത്. അതുകൊണ്ട് ഒരുവിധം നല്ല ഡാർക്ക് ഷെയ്ഡിലുള്ള അവക്കാഡോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒരുവിധം സോഫ്റ്റ് ആണെന്ന് തോന്നുന്ന സമയത്ത് വേണം നിങ്ങൾ ഈ സ്റ്റെം റിമൂവ് ചെയ്യാൻ. ഇങ്ങനെ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ അത് ചെക്ക് ചെയ്ത് നോക്കിയില്ലെങ്കിൽ അത് കൂടുതൽ നേരം ഇരുന്ന് പഴുത്തിട്ട് ചീഞ്ഞു പോകും. നല്ല ഡാർക്ക് കളറിലുള്ള അവക്കാഡോ കടയിൽ നിന്ന് മേടിച്ചതിന് ശേഷം വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ സ്റ്റെം എടുത്തു മാറ്റുന്നതും അതേപോലെ തന്നെ ഞെക്കി നോക്കുന്നതുമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മൾ കടയിൽ പോയി മേടിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റെം റിമൂവ് ചെയ്ത് നോക്കുന്നതും അതേപോലെ തന്നെ ഞെക്കി നോക്കുന്നതും ചെയ്യരുത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്ത് 3 കാര്യങ്ങൾ നോക്കിയാൽ മതി. ഒന്നാമത്തത് കളറ്, രണ്ടാമത്തത് ആ സ്റ്റെം റിമൂവ് ചെയ്യുന്നത് ഈസി ആയിട്ട് വരണം, മൂന്നാമത്തത് ആ സ്റ്റെം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു നല്ലൊരു ലൈറ്റ് യെല്ലോയിഷ് കളർ. ഈ 3 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇനി ഈ അവക്കാഡോ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ആ സ്റ്റെം റിമൂവ് ചെയ്ത ആ ഒരു പോയിന്റിലോട്ട് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു നൈഫ് സ്ട്രെയിറ്റ് ആയിട്ട് ഇറക്കിയതിന് ശേഷം റൗണ്ടിൽ ഇത് തിരിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മൾ അവക്കാഡോ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കത്തിയുടെ ആ ഒരു അറ്റം സീഡിൽ കൊള്ളുന്ന രീതിയിൽ വേണം നിങ്ങൾ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ. ഇനി അവക്കാഡോ കട്ട് ചെയ്തതിൻ്റെ ആ ഒരു 2 സൈഡിലും നമ്മുടെ കൈ വെച്ചതിന് ശേഷം അമർത്തിയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി. നമ്മുടെ അവക്കാഡോ നല്ലതായിട്ട് ഓപ്പൺ ചെയ്ത് കിട്ടും. ഞാൻ പറഞ്ഞ ആ ഒരു 3 സ്റ്റെപ്പും കറക്റ്റായിട്ട് ഫോളോ ചെയ്തെടുത്ത് അവക്കാഡോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത അവക്കാഡോ നമുക്ക് എങ്ങനെ സ്കിന്നിൽ നിന്ന് മാറ്റുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു കത്തി എടുത്തിട്ട് കുറച്ച് ലൈൻസ് വരച്ചതിന് ശേഷം അത് സ്ക്വയർ ആയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് അങ്ങ് എടുത്താൽ മതി. നമ്മൾ ഈ കത്തി വെച്ചിട്ട് സ്ക്വയർ ആയിട്ട് ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് ഒത്തിരി ഫോഴ്സ് കൊടുത്തിട്ട് ലൈൻസ് വരയ്ക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഈ അവക്കാഡോ നല്ല പഴുത്തതായതുകൊണ്ട് അതിൻ്റെ സ്കിന്നും നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് സ്കിന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് കത്തി. അതുകൊണ്ട് പയ്യെ ചെയ്താൽ മതിയേ. ഇങ്ങനെയാണ് ഞാൻ സാലഡ്സിന് വേണ്ടിയിട്ട് അവക്കാഡോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കത്തി ഉപയോഗിക്കുന്നത് അത്ര സേഫ് അല്ലെന്ന് തോന്നുവാണെങ്കിൽ ഇതിന് പകരമായിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഫ്ലഷ് മുഴുവൻ വടിച്ചെടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് 2 പേർക്ക് കുടിക്കാൻ പറ്റുന്ന മിൽക്ക് ഷേക്കിൻ്റെ അളവാണ്. അതിനുവേണ്ടി നമ്മളിവിടെ പകുതി അവക്കാഡോ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഈ ഒരു ബാക്കി വരുന്ന ഈ ഒരു പീസ് എങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി അവക്കാഡോയുടെ ഈ ഒരു ബാക്കിയുള്ള പീസിൽ ഉപ്പ് തടവിയതിനു ശേഷം ക്ലിംഗ് റാപ്പ് വെച്ച് ശരിക്കും കവർ ചെയ്തിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഉപ്പിന് പകരമായിട്ട് ലെമൺ ജ്യൂസ് ആണെങ്കിലും പുരട്ടിയതിനു ശേഷം ശരിക്കും കവർ ചെയ്തിട്ട് അടച്ചു വെച്ചാൽ മതി. ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന അവക്കാഡോ നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഉപ്പോ ലെമൺ ജ്യൂസോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കഴുകി കളഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ.
ഇത് ഫ്രിഡ്ജ് വെച്ചാലും ഒത്തിരി ദിവസമൊന്നും ഇരിക്കത്തില്ല. നിങ്ങൾ മാക്സിമം ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ അത് യൂസ് ചെയ്യാൻ നോക്കണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന പകുതി അവക്കാഡോ ഇട്ട് കൊടുക്കാം. ഈ അവക്കാഡോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട സാധനങ്ങളുടെ ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് അളവുകൾ മനസ്സിലാകും. ഇനി ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇത് ചൂടാക്കിയതിനു ശേഷം തണുപ്പിച്ചെടുത്ത പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ അവക്കാഡോ മിൽക്ക് ഷേക്കിന്റെ മധുരത്തിന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് സാധാരണ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഹണി ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഹണി ഒഴിക്കുമ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്കിന് വേറൊരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഇതിനകത്തോട്ട് ഞാൻ വേറൊരു സാധനം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം. നമ്മൾ ഈ ഒരു ഐസ്ക്രീമും കൂടി ചേർക്കുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു അവക്കാഡോ മിൽക്ക് ഷേക്കിന് വേറൊരു ലെവലായിട്ട് മാറും. അതുകൊണ്ട് എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യണേ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഒരു ഡ്രോപ്പ് വാനില എസൻസ് ആണെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ മിക്സി ജാർ നമുക്കിനി അടച്ചതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ പാൽ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അവക്കാഡോ പ്രോപ്പറായിട്ട് അരഞ്ഞു കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്കിത് ശരിക്കും അരച്ചെടുത്തതിന് ശേഷം കൺസിസ്റ്റൻസി ചെക്ക് ചെയ്ത് കൂടുതൽ പാൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും പാലിനോട് അലർജിക് ആണെങ്കിൽ ഇവിടെ പാലും അതേപോലെ തന്നെ ഐസ്ക്രീമും യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് കുറച്ച് കുതിർത്ത ആൽമണ്ട്സ് ശരിക്കും അരച്ചെടുത്തതിന് ശേഷം അതും അവക്കാഡോയും പഞ്ചസാരയും കുറച്ച് ഐസ് വാട്ടറും കൂടി ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ശരിക്കും അരച്ചതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പം കുറച്ചൊരു തിക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ശരിക്കും ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോഴും ഇത് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് ശരിക്കും ഒന്ന് ഇളക്കി കഴിയുമ്പം അത് കുറച്ചൊരു ലൂസായിട്ട് വരും. ഈ ഒരു സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പഞ്ചസാര കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചതിന് ശേഷം ശരിക്കും ഒന്നും കൂടി ഒന്ന് കറക്കിയെടുത്താൽ മതി. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇട്ട് കൊടുത്തില്ലെങ്കിലും അവക്കാഡോ അരച്ച് കഴിയുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചർ ആകാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഐസ്ക്രീമും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് കുറച്ചും കൂടി ലൂസായിട്ടുണ്ട്. ഇനി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ അവക്കാഡോ മിൽക്ക് ഷേക്ക് റെഡിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇതേപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ സാധാരണ അവക്കാഡോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനകത്തോട്ട് മാംഗോ പ്യൂരയുടെ ഒരു മിക്സും കൂടി ഇടാറുണ്ട്. അതും കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്കിന് വേറൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ട് വരും. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇഷ്ടം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പോട് കൂടി തന്നെ നിർത്താവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവക്കാഡോ അധികം വികാരമൊന്നും ഇല്ലാത്ത ഒരു ഫ്രൂട്ടാണ്. അതായത് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും ബ്ലാൻഡ് ആണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മാംഗോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു മാംഗോയുടെ ബേസിൽ കുറച്ച് മാംഗോയുടെ പീസസ് ഒക്കെ കാണും. അപ്പം നമ്മൾ ഈ മിൽക്ക് ഷേക്ക് ഒക്കെ കഴിക്കുമ്പം നല്ല ടേസ്റ്റിയാണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം. ഈ മാംഗോ പ്യൂരയുടെ ബേസ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു മാംഗോയുടെ ബേസ് വളരെ കുറച്ച് മതി. നമ്മൾ അവക്കാഡോ മിൽക്ക് ഷേക്കിലോട്ട് ഒഴിക്കുന്ന സമയത്ത് ചെറിയൊരു മാംഗോയുടെ ടേസ്റ്റ് മാത്രമേ വരാൻ പാടുള്ളൂ. അല്ലാതെ അവക്കാഡോയുടെ മുഴുവനായിട്ടുള്ള ടേസ്റ്റ് മാറാൻ പാടില്ല നമ്മുടെ മിൽക്ക് ഷേക്കിൽ. ഇവിടെ മാംഗോയുടെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മാംഗോ പീസസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് അരച്ചെടുക്കാനും ബാക്കിയുള്ളത് നമ്മുടെ മിൽക്ക് ഷേക്കിന് ഇടാനും ഉള്ള സൈസിലാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അവക്കാഡോ മിൽക്ക് ഷേക്കിലോട്ട് ഡയറക്റ്റ് ഇടാനുള്ളത് ഞാൻ വളരെ കുഞ്ഞിതാക്കിയാണ് ഇവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള പീസസ് വെച്ച് എങ്ങനെ മാംഗോയുടെ ബേസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കുന്ന സമയത്ത് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്ത് അതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന മാംഗോ പീസസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ഒരു സ്പൂൺ വാനില ഐസ്ക്രീമും കൂടി ഇട്ടതിന് ശേഷം ശരിക്കും ഒന്ന് അരച്ചെടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാംഗോയുടെ ബേസും റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കേസർ മാംഗോ ആണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യത്തിന് മധുരം കാണും. ഇനി കുറച്ചും കൂടി കൂടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഐസ്ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതും ശരിക്കും ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മാംഗോയുടെ ബേസും റെഡി ആയിട്ടുണ്ട്. ഇതിനി നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവക്കാഡോ മിൽക്ക് ഷേക്കിൽ ഈ ഒരു മാംഗോയുടെ ബേസും കൂടി ചേർത്തതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരുമിച്ച് രണ്ടും കൂടി കഴിക്കാവുന്നതാണ്. ആ ഒരു സമയത്ത് മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ഒരു നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മാംഗോയുടെ പീസസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ കഴിക്കാവുന്നതാണ്. രണ്ടാമത്തെ മെത്തേഡിൽ നമുക്ക് ലെയർ പോലെ ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് അവക്കാഡോ മിൽക്ക് ഷേക്കിൻ്റെ ബേസ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മാംഗോയുടെ ബേസും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന മാംഗോയുടെ പീസസ് ഏറ്റവും മുകളിലിടുക. അങ്ങനെയാകുമ്പം രണ്ട് ലെയറായിട്ട് കിട്ടും. താഴെ ഒരു പച്ച കളറിലും അതിൻ്റെ മുകളിൽ മഞ്ഞ കളറിൽ മാംഗോയുടെ ബേസുമായിട്ട്. ഇത് കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗി കാണും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദയവായി ക്ഷമിക്കുക. അതേപോലെ ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്